മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും, മൗനം പാലിക്കുന്നവന് കലഹവും, ജാഗ്രതയുള്ളവന് അപകടവും വന്നു ചേരില്ല. ചില മനുഷ്യർ വാക്കുകൾ കൊണ്ട് സ്നേഹിക്കുകയും മനസ്സുകൊണ്ട് വഞ്ചിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ എവിടെയായാലും ഒഴിവാക്കുകയാണെന്ന് തോന്നിയാൽ തനിയെ ഒഴിഞ്ഞു മാറിയേക്കണം. ഒത്തിരി വേദനിക്കുന്നതിനേക്കാൾ നല്ലത് ഒഴിഞ്ഞു മാറുന്നതാണ്. വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് അഭിമാനം കൊള്ളുമ്പോൾ ഒന്നോർക്കുക, അവിടെ തകർന്നു പോകുന്നത് സ്വന്തം വ്യക്തിത്വമാണ്. അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ്. ഭക്തരെ, മറ്റുള്ളവരെ സഹായിക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. എന്തെങ്കിലും ചെയ്യാൻ യോഗ്യമാണെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക. കണ്ണിന് ആസ്വദിക്കാനേ അറിയൂ, സ്നേഹിക്കാൻ മനസ്സു തന്നെ വേണം. അതുകൊണ്ടാകാം കണ്ണിന് തോന്നുന്ന ഇഷ്ടത്തേക്കാൾ മനസ്സിന് തോന്നുന്ന ഇഷ്ടത്തിന് ആയുസ് കൂടുതൽ. ഉപകാരം ഇല്ലാത്തതെല്ലാം ബാധ്യതയായി മാറുമെന്ന് ചിന്തിക്കുന്നവരാണ് ഏറെയും. അത് മനുഷ്യനായാലും ബന്ധങ്ങളായാലും. ഭക്തരെ, നിങ്ങൾ വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നതല്ല, നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള യാത്രയെ നിർണയിക്കുന്നത്. 1000 വലിയ ശരികൾക്കിടയിലും ഒരു ചെറിയ തെറ്റുമതി നിങ്ങൾ പലർക്കും അന്യരാകാൻ. ഭക്തരെ, ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ കഴിയില്ല. സങ്കടം, ദേഷ്യം, നിരാശ, ഉത്കണ്ഠ ഇതെല്ലാം മനുഷ്യൻ അനുഭവിക്കുന്നതാണ്. സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ അനുവദിക്കരുത്. അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും, നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. ഒരു വിളക്കിൽ നിന്ന് 1000 ദീപങ്ങൾ കൊളുത്തിയാലും വിളക്കിൻ്റെ പ്രകാശം ഒട്ടും തന്നെ കുറയുന്നില്ല. അതുപോലെ തന്നെ സ്നേഹവും അറിവും എത്ര പങ്കുവച്ചാലും തീരുന്നില്ല. ഭക്തരെ, എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ ശേഷിക്കുന്ന ജീവിതം മുഴുവനും അതിന് വിലയായി നൽകേണ്ടതില്ല. നിങ്ങളെ ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കാൻ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും അവർ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ശക്തിയായിരിക്കും. പ്രതീക്ഷകളാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നഷ്ടമായി എന്ന് കരുതി വിഷമിക്കുന്ന പല ബന്ധങ്ങളിലും ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ അങ്ങോട്ടു മാത്രമേ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നുള്ളൂ എന്ന്. ഭക്തരെ, ചിലർ കാത്തു നിൽക്കുന്നത് നിങ്ങളുടെ പരാജയം കാണാനാണ്. വേറെ ചിലർ കാത്തു നിൽക്കുന്നത് നിങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് പോകുന്നത് കാണാനും. ഈ 2 കൂട്ടരെയും എപ്പോഴും അകറ്റി നിർത്താൻ പഠിക്കുക. കഴിഞ്ഞതെല്ലാം മറക്കുക, ബാക്കിയായതിൽ സന്തോഷിക്കുക, വരാനിരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓരോ ദിവസവും പുതിയ തുടക്കമാണ്. ഭക്തരെ, മറ്റുള്ളവർ നിങ്ങളെ വെറുക്കുമോ എന്ന് ഭയന്ന് ഒന്നും മൂടി വയ്ക്കേണ്ടതില്ല. മുഖസ്തുതി പറഞ്ഞ് കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ടു പോകുന്നതാണ്. ഈ ലോകത്തിൽ പണമാണ് സ്നേഹം. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് ബന്ധങ്ങളും സൗഹൃദങ്ങളും രക്തബന്ധങ്ങൾ പോലും നിലനിൽക്കുന്നത്. സ്നേഹം അത് മനസ്സിലാക്കുന്നവർക്ക് കൊടുക്കുക. കരുണ അത് ദയയുള്ളവരോടായിരിക്കണം. സഹായം അത് അർഹിക്കുന്നവർക്ക് വേണ്ടിയാകണം. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.